നമസ്കാരം, ഞാൻ നിപിൻ നിരവത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തിരി ഫിലോസഫിക്കലാണ്. ജീവിതം ഒരു യാത്രയാണ്, നിഗൂഢതകൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്. ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും, എല്ലാം ഉപേക്ഷിക്കാൻ തോന്നും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്. ഈ RJ അഞ്ജലി ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു. അതിൽ കുണ്ടിയിൽ മെഹന്തി ഇടാമോ എന്നാണ് ചോദിക്കുന്നത്. ബ്യൂട്ടി പാർലർ ഉടമ ഫോൺ വെച്ചിട്ട് പോയി. അഞ്ജലിയും കൂടെയുണ്ടായിരുന്ന കുട്ടിയും ചിരിച്ചു. ഫോളോവേഴ്സിന് ആ വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കണക്കിന് വഴക്കിട്ടു കമൻ്റായിട്ട്. അതിരുവിട്ട് ഇൻബോക്സിൽ ചീത്തവിളിയായി. അവസാനം അവർ താങ്കൾക്ക് പറ്റിയ തെറ്റിന് മാപ്പ് പറഞ്ഞു. അവരെ പിന്നെയും വേട്ടയാടുന്നു. ആരും അഞ്ജലിയോട് ക്ഷമിക്കുന്നില്ല. അഞ്ജലി ചെയ്ത അത്ര വലിയ തെറ്റാണോ? അഞ്ജലി ചെയ്തതിലും 100 മടങ്ങ് തെറ്റ് കമൻറ്റിലുണ്ട്. അശ്ലീലമായി അറയ്ക്കുന്ന വാക്കുകൾ ഇട്ടിങ്ങനെ തുടരുവാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥ പോരാളി, ആരാണ് തെറ്റുകാർ? ഉപദേശമാണോ ഉപദ്രവിക്കലാണോ അവരുടെയൊക്കെ ലക്ഷ്യം? പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. തെറ്റേറ്റു പറഞ്ഞ് തിരുത്താൻ തയ്യാറായ ഒരാളെ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതറിയണമെങ്കിൽ അഞ്ജലിയുടെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നോക്കിയാൽ മതി. ആ കമൻറ്റ് സെഷൻ നോക്കിയാൽ മതി. ഈ തെറിയും അശ്ലീലവും ഒക്കെ എഴുതി ആനന്ദം കണ്ടെത്തുകയാണ് ഒരു സമൂഹം. സത്യത്തിൽ ഈ കമൻറ്റ് തൊഴിലാളികൾക്കൊന്നും അവരെ തിരുത്തണമെന്നൊന്നുമില്ല. അവൻ്റെ ഉള്ളിലെ വൈകൃതം എവിടെയെങ്കിലും കൊണ്ടുപോയി ഒട്ടിക്കുക എന്നത് മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അതിനവർക്ക് തൽക്കാലത്തിന് കിട്ടുന്ന ഒരു സ്ഥലം മാത്രമാണ് അഞ്ജലി. ഇനി നിങ്ങൾ ചിന്തിക്കും, ഞാനും അഞ്ജലിയായിട്ട് എന്താണ്? ഞാൻ കണ്ടിട്ട് പോലുമില്ല. കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തിറങ്ങി നിൽക്കുന്ന ഒരു മിടുക്കിയായ പെൺകുട്ടി, അതിനപ്പുറം എനിക്കറിയില്ല. ഒരാളെ ഒരുപാട് ഉപദ്രവിക്കുമ്പോൾ ആരായാലും ഒന്ന് പുറകിലേക്ക് ചിന്തിക്കും. ജീവിതം എന്നത് ഒരു നിഗൂഢതയാണ്. ഒരു ദിവസം നമുക്കെല്ലാം തികഞ്ഞതായി തോന്നും. പക്ഷേ അടുത്ത നിമിഷം എന്തെങ്കിലും ഒരു പ്രശ്നം വരാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നു. ചിലപ്പോൾ ആ പ്രതിസന്ധികൾ നമ്മളെ തളർത്തിക്കളയും. പക്ഷേ ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ജീവിതത്തെ രസമുള്ളതാക്കുന്നത്. ഒന്നോർക്കുക, ഈ പ്രതിസന്ധികൾ നിൻ്റെ കഥയുടെ ഭാഗമാണ്, ജീവിത കഥയുടെ. ഈ ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല. വേദന, പ്രശ്നങ്ങൾ, പരാജയങ്ങൾ ഇതെല്ലാം താൽക്കാലികമാണ്. ഇന്ന് നിനക്ക് തോന്നുന്ന വേദന നാളെ മാഞ്ഞു പോകും. കാലമെല്ലാം മാറ്റിമറിക്കും. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പോലും ഒരു ദിവസം ഓർമ്മയായിട്ട് മാറും. അതിനാൽ ഒരിക്കലും ഹൃദയം കൈവിടരുത്. നിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിൻ്റെ കഥയെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കി മാറ്റുന്നുണ്ട്. നിൻ്റെ പോരാട്ടങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനാണ്. നീ എങ്ങനെ ആ പ്രതിസന്ധികളെ മറികടന്നു എന്നതാണ് ജീവിതകഥ. മറ്റൊരാൾക്ക് അവൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ ശക്തി നൽകും. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷണൽ കഥയാണ്. അത് എഴുതി പൂർത്തിയാക്കാൻ തനിക്ക് മാത്രമേ കഴിയുള്ളൂ. തനിക്ക് തളർച്ച തോന്നുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക. മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ ഒരു ആശ്വാസം ലഭിക്കും. ഒരു ചെറിയ നന്മ, ഒരു ചെറുചിരി, ഒരു വാക്ക്, ഇതെല്ലാം മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. തനിക്ക് പരാജയപ്പെട്ടതായി തോന്നിയാലും ഒരിക്കലും കീഴടങ്ങരുത്. ക്ഷമ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിജയം, സന്തോഷം, ബന്ധങ്ങൾ ഇതെല്ലാം വളരാൻ സമയമെടുക്കും. ഒരു വൃക്ഷം ഒരു ദിവസം കൊണ്ടങ്ങ് വളർന്ന് വലുതായി ഇലയും പൂവും കായൊക്കെ ഉണ്ടാവുന്നതാണോ? അല്ല. അതുപോലെ നിൻ്റെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾക്ക് സമയവും പരിശ്രമവും ഒക്കെ വേണം. നമ്മുടെ ജീവിതം സോഷ്യൽ മീഡിയ പോലെ അല്ല. ഇൻസ്റ്റൻറ്റ് ലൈക്കുകളും കമൻറ്റുകളും ലഭിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ജീവിതം അങ്ങനെയല്ലല്ലോ. അർത്ഥവത്തായ പുരോഗതിയും വ്യക്തിഗത വളർച്ചയും സമയമെടുക്കുന്നു. ഓരോ ചുവടും വിലപ്പെട്ടതാണ്. കാരണം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. നിനക്ക് ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കുന്നത് ശരിയാണ്. പക്ഷേ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം വിജയിക്കാനുള്ള ഒരവസരം നിനക്കുണ്ട്. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. നിൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുക. ഒരിക്കലും തോൽവി സമ്മതിക്കരുത്. നിൻ്റെ യാത്ര തുടരുക. നിൻ്റെ ശ്രദ്ധ നിൻ്റെ ലക്ഷ്യങ്ങളിൽ മാത്രം ഉറപ്പിക്കുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. നിൻ്റെ ജീവിതം, നിൻ്റെ കഥ, അത് പ്രത്യേകതയുള്ളതാണ്. നിൻ്റെ ജീവിതം ഒരു അത്ഭുതമാണെന്ന് ഓരോ പ്രതിസന്ധിയിലും നിനക്ക് ശക്തി പകരുന്നുണ്ട്. ഓരോ വീഴ്ചയും നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ സ്വപ്നങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുക. ഇനി ആ കഥ എഴുതുന്നത് ആരാണ്? അത് നീയാണ്. നിൻ്റെ പോരാട്ടങ്ങൾ, നിൻ്റെ വീഴ്ചകൾ, ഇവയാണ് നിൻ്റെ കഥയെ പ്രോത്സാഹിപ്പിക്കുന്നത്. നിൻ്റെ മനസ്സിനോടൊന്ന് ചോദിക്കൂ, നിൻ്റെ പോരാട്ടങ്ങൾ കണ്ട് മറ്റൊരാൾക്ക് ശക്തി ലഭിക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായും
നിൻ്റെ കഥ ഒരു വെളിച്ചമാണ്, അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് വഴികാട്ടിയും. അഞ്ജലിയെക്കുറിച്ച് മോശം കമൻറ്റുകൾ ഇട്ടവരോടൊക്കെ നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടിട്ടുണ്ട്. കഥ അങ്ങ് തുടരട്ടെ. ഞാൻ അഞ്ജലി എന്ന പദം ഉപയോഗിച്ചത്, ആ പേര് ഉപയോഗിച്ചത്, ഇതുപോലെ ഒരുപാട് അഞ്ജലിമാർ നമുക്ക് ചുറ്റുമുണ്ട്. തളരാതെ ഈ കഥ തുടരട്ടെ. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.